ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യം അത് വിരുദ്ധമായി വന്നു. അതുകൊണ്ട് അത് അവസാനത്തേക്ക് വെച്ചതാണ് ഞാൻ. അതിലൊന്ന് ഈ സഭകൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ കാര്യത്തിൽ നടപടികൾ എടുക്കണം എന്ന് പറയണ്ടായി. അത് ഈ ഒരു യോഗത്തിൽ ഉന്നയിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ഒരു സംശയം എനിക്ക്. ഈ ഉന്നയിച്ചാൽ പിന്നെ മറുപടി പറയുന്നതാണ് എൻ്റെ ശീലം. അതതിനേക്കാളും തകരാറുള്ളൊരു കാര്യമാണ്. ഇതിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യമായതെല്ലാം ചെയ്തുവെന്ന് നിങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ആളായതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. അതിൻ്റെ ഭാഗമായി അവസാനം നടന്നത് എന്താ? ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് വെച്ചു. ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചു. മന്ത്രിസഭാ ഉപസമിതിയുടെ മുന്നിൽ പോകാനേ നിങ്ങൾ തയ്യാറായില്ല. ഒരു വിഭാഗം തയ്യാറായില്ല. നിങ്ങളെ വിഭാഗമാണ് തയ്യാറാകാതിരുന്നത്. നമ്മളുമായിട്ടൊക്കെ നല്ല രോഗികൾ തന്നെയാണ് നിങ്ങളെല്ലാവരും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഉപസമിതിയുടെ മുന്നിൽ പോയില്ല. അപ്പം അതിനിടയ്ക്കാണ് നിങ്ങളീ ധരിക്കുന്ന വേഷത്തിന് അനുസരിച്ചല്ലാത്ത സമീപനം ശവത്തിനോട് സ്വീകരിക്കാൻ തയ്യാറായത്. കാരണം ഏത് മതസ്ഥരും, എല്ലാവരും മനുഷ്യരാണല്ലോ, ഏത് മതസ്ഥരായാലും. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ശവത്തെ ആദരിക്കുന്നുള്ളതാണ്. വലിയ ആദരവ് ശവത്തിന് കൊടുക്കും. പക്ഷേ എന്താ നമ്മൾ കണ്ടത്? ആ ശവം പിടിച്ചു വലിക്കുക, 2-3 ആഴ്ച കിടക്കുക, അവിടെ സംസ്കരിക്കാൻ പറ്റുന്നില്ല. അവർ ചില തർക്കങ്ങൾ കാരണം അങ്ങനെയാണ് മനമെടുത്തിട്ട് അവസാനം സർക്കാർ അതിലിടപെട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. സകലമാന പേരും അതിനെ അനുകൂലിച്ചു, എല്ലാവരും അനുകൂലിച്ചു. ഇപ്പം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, സംസ്കരിക്കൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഈ ലോഹ്യക്കാരായതുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് സംസാരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ തന്നെ നിങ്ങളെ 2 കൂട്ടരെയും വിളിക്കുന്ന നില വന്നു. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് സംസാരിച്ചു, പിന്നെ 2 കൂട്ടരെയും ഇരുത്തി സംസാരിച്ചു. സംസാരിക്കുമ്പോൾ 2 കൂട്ടരും ധാരാളം തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുന്നതല്ല, പെട്ടെന്ന് എനിക്കൊരു നിർദ്ദേശം വെക്കാനും കഴിയുന്നതല്ല. സാധിക്കുന്ന കാര്യം പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അവസാനം ചർച്ചകളുടെ ഒടുവിൽ കുറേ യോഗങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച നിർദ്ദേശം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപാണ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. എനിക്ക് വളരെയധികം സമയം നിങ്ങളുമായിട്ട് ചെലവിടാൻ കഴിയില്ല. മറ്റാരെങ്കിലും ആകാം നമുക്ക് ചർച്ചയ്ക്ക്. അപ്പോൾ ആര്? അത് ഞാൻ തന്നെ പറയാം. നിങ്ങൾ ഈ സഭാ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ വേണ്ടത്ര നിശ്ചയമില്ല. നല്ലത് മറ്റ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുണ്ട്, അവരെ നിശ്ചയിക്കാൻ. നിങ്ങൾ 2 കൂട്ടരും അംഗീകരിക്കുന്നവർ. അതും പറ്റില്ല എന്ന് നിങ്ങളെ കൂട്ടരാണ് പറഞ്ഞത്. വിട്ടു. പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധിച്ചിട്ട് കാര്യമില്ല, അത് വിട്ടു. പിന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ഒരാളെ നമുക്ക് നോക്കാം, അങ്ങനെ ഒരാളെ നിർത്താം. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഇതിനൊരു സമവായം ഉണ്ടാക്കാൻ പറ്റുമോ? സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ അങ്ങനെ നമുക്ക് നോക്കാം. അതും പറ്റില്ല എന്ന് നിങ്ങളുടെ കൂട്ടർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ തന്നെ ചർച്ച ചെയ്താൽ മതി, മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ആവട്ടെ, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അങ്ങനെ അവസാനത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലാവും. നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കുറച്ച് സമയം വേണം. നിങ്ങൾ 2 കൂട്ടരും കാര്യങ്ങൾ ചർച്ച ചെയ്യും.
ആദ്യത്തെ ദിവസം നിങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട, രണ്ട് ഭാഗത്തുള്ള 5 പുരോഹിതന്മാർ വീതം ഒന്നിച്ചൊന്നിരിക്കും, കുറച്ച് സമയം ഇരുന്നിട്ട് പിറ്റത്തെ യോഗത്തിൻ്റെ തീയതി കാണും. അങ്ങനെ ഒരു ചർച്ച നമുക്ക് നടത്താം. അപ്പോൾ അതിന് നിങ്ങളെ കൂട്ടർ പറഞ്ഞു നിങ്ങൾക്ക് സെനഡ് കൂടുന്നുണ്ട്, ആ സെനഡ് ചേർന്ന് ആരെയും പറയാൻ പറ്റും. ആയിക്കോട്ടെ, അത് സ്വാഭാവികമല്ലേ. പക്ഷേ തീരുമാനം നമുക്കിതാകാലോ. അത് അംഗീകരിച്ചു പോയി. പിന്നെ കണ്ടതെന്താ? അതിനെ തള്ളി പറയുന്നത്. അവിടുന്ന് പിന്മാറി. ഒരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉള്ളിടത്ത് നിൽക്കണം, ഇനി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുക. അതും സമ്മതിച്ചതാണ്. അവിടുന്ന് മാറി. നിങ്ങൾ കൈവശപ്പെടുത്താൻ നോക്കുന്ന പള്ളികളെന്ന് പറയുന്ന ഏതാ? അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാനൊരു പള്ളിയുടെ കാര്യം ഈ ചർച്ചയുടെ കൂട്ടത്തിൽ കേട്ടു. ആ കേട്ടത് അവിടെയുള്ള കുടുംബങ്ങളിൽ 3 കുടുംബമാണ് നിങ്ങളുടെ വിഭാഗം. ബാക്കി മുഴുവൻ വിഭാഗവും അല്ല. ഇരിക്കും, ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ, ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലോ. നിങ്ങളിവിടെ ഇരിക്കും, തൽക്കാലം ഇരിക്കും. നിങ്ങൾ തൽക്കാലം ഇരിക്കും. നിങ്ങൾ എന്തിനത് പറഞ്ഞു? 3 ഫാമിലി മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് ഒരു പ്രദേശത്ത്, ബാക്കി മുഴുവൻ മറ്റവരും. അതാ പ്രശ്നം. ആ പള്ളിയാണ് നിങ്ങൾക്ക് പിടിച്ചു തരേണ്ടത്, ആ പള്ളിയാണ് പിടിച്ചു തന്നത്. പള്ളി പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയുണ്ട്? അത് വളരെ വലുതല്ലേ, വലിയ വികാരമല്ലേ ആളുകൾക്ക്? ആ വികാരം ചെറുതാണോ? അപ്പൊ ജുഡീഷ്യറി മാനിക്കാത്ത പ്രശ്നമല്ല ഇത്. ആ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് നിങ്ങൾ പുറകോട്ട് പോയത്. അത് നിങ്ങളുടെ മുതിർന്നവരോട് ചോദിക്കുക, എന്താണ് അങ്ങനെ പുറകോട്ട് പോയത്. എന്നിട്ട് ബാക്കി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വരി, നമുക്ക് സംസാരിക്കാം. അതാണ് നല്ലത്.